أعوذ بالله من الشيطان الرجيم. وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان فكفرت بأنعم الله فأذاقها الله لباس الجوع والخوف بما كانوا يصنعون. ولقد جاءهم رسول منهم فكذبوه فأخذهم العذاب وهم ظالمون. സൂറത്തുൽ നഹ്ൽ 112-113 ആയത്തുകളാണ്. അള്ളാഹു ഒരു നാടിനെ ഉദാഹരിക്കുകയാണ്. നിർഭയത്വവും ശാന്തിയും സമാധാനവുമുള്ളൊരു നാടായിരുന്നു അത്. നാനാദിക്കുകളിൽ നിന്നും യഥേഷ്ടം സമൃദ്ധമായി ജീവിത വിഭവങ്ങളൊക്കെ അവിടെ എത്തിക്കൊണ്ടേയിരുന്നു. പക്ഷെ അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് നന്ദികേട് കാണിച്ചു. അവസാനം അവരുടെ ദുർനടപടികളുടെ ഫലമായിട്ട് വിശപ്പിൻ്റെയും ഭയത്തിൻ്റെയും വസ്ത്രം അവരെ രുചിപ്പിച്ചു. അവരിൽ നിന്നുള്ള ഒരു പ്രവാചകൻ അവരിൽ ചെന്നിരുന്നു. പക്ഷേ അവർ അദ്ദേഹത്തെ നിഷേധിക്കുകയും തള്ളിക്കളയുകയും ചെയ്തു. അങ്ങനെ അവർ തികഞ്ഞ അക്രമികളായി മാറിയപ്പോൾ അവരെ ശിക്ഷ പിടികൂടുകയുണ്ടായി. സർവ്വലോക സൃഷ്ടാവായ അള്ളാഹുവിനെ അഥവാ ദൈവത്തെ നിഷേധിക്കുകയും പ്രവാചകന്മാരെ അംഗീകരിക്കാതിരിക്കുകയും താന്തോന്നികളായി ജീവിക്കുകയും ചെയ്തിരുന്ന ഒട്ടേറെ ജനസമൂഹങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ പരിണതി എങ്ങനെയായിരുന്നുവെന്നും ഖുർആനിൽ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഉദാഹരണമായിട്ട് സൂറത്ത് സബയിൽ സബ നിവാസിയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഇന്നത്തെ യമനക്ക് ഉൾപ്പെടുന്ന വലിയൊരു സാമ്രാജ്യമായിരുന്നു സബ. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ ജന്നത്താനി അൻ യമീനിൻ വശിമാൽ കുലൂ മിൻ റിസ്ഖി റബ്ബിക്കും വഷ്കുറൂ ലഹ്. സൂറത്ത് സബയിൽ 15 മുതൽ 20 വരെയുള്ള ആയത്തുകളിൽ ആ ചരിത്രങ്ങൾ വിവരിക്കുന്നുണ്ട്. അതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്: അനുഗ്രഹീതമായൊരു നാടായിരുന്നു സബ. ഒരാൾ ആ നാട്ടിലേക്ക് കയറി ചെന്നാൽ അയാളുടെ ഇടത് വലത് ഭാഗങ്ങളിലൊക്കെയും ഇരുവശങ്ങളിലും സമൃദ്ധമായ കൃഷിയിടങ്ങൾ, തോട്ടങ്ങൾ, സസ്യശ്യാമളമായ ഒരു നാട്, നല്ല മഴ, നദികൾ, അരുവികൾ, മിതശീതോഷ്ണമായ കാലാവസ്ഥ, അങ്ങനെ എല്ലാം കൊണ്ടും ശാന്തസുന്ദരമായ സമൃദ്ധമായൊരു നാടായിരുന്നു, ഐശ്വര്യപൂർണ്ണമായ നാട്. പക്ഷേ ആ നാട്ടുകാർ ദൈവത്തെ അല്ലെങ്കിൽ അള്ളാഹുവിനെ വിസ്മരിച്ചു, പ്രവാചകനെ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ദൈവിക ശിക്ഷ അവരെ ബാധിക്കുകയാണ് ഉണ്ടായത്. അത്യുഷ്ണം, വരൾച്ച, കൃഷിനാശം. അതിനവസാനം ഏതാനും മുൾച്ചെടികളും പാഴ്ചെടികളും മാത്രമുള്ളൊരു നാടായിട്ടത് മാറി. ജനജീവിതം സ്തംഭിച്ചു. പട്ടിണി മരണങ്ങൾ ധാരാളമായി അനുഭവപ്പെട്ടു. അതുപോലെ തന്നെ ബാക്കിയുള്ള ജനങ്ങളൊക്കെ നാട് വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽപ്പെട്ടതായിരുന്നു എന്നാണ് ചരിത്രത്തിലൂടെ വിവരിക്കുന്നത്. അപ്പോൾ ഏതൊരു നാട്ടിലും അവിടുത്തെ ജനങ്ങൾ ദൈവത്തെ മറന്നുകൊണ്ട് അവൻ പ്രദാനം ചെയ്ത ധാർമ്മിക സദാചാര വ്യവസ്ഥക്കും ജീവിത വ്യവസ്ഥക്കൊക്കെ വിരുദ്ധമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ആ നാട്ടിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ പല രീതിയിലും പിടികൂടും എന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സൂറത്ത് സജ്ദ 21-ാമത്തെ ആയത്തിൽ ഇപ്രകാരം പറയുന്നു: വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. പരലോകത്തെ മഹാശിക്ഷയ്ക്ക് മുമ്പായി ഈ ദുനിയാവിൽ തന്നെ ചെറിയ ശിക്ഷകൾ നാം അവരെ ആസ്വദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവർ ദൈവമാർഗത്തിലേക്ക് മടങ്ങുവാൻ വേണ്ടിയാണത്. പക്ഷെ ഇത്തരം ചെറിയ ശിക്ഷകളെ അള്ളാഹുവിൻ്റെ ശിക്ഷകളായിട്ട് കാണാൻ പലരും തയ്യാറാകില്ല. അങ്ങനെ ചിന്തിക്കുന്നതും കാണുന്നതൊക്കെ വളരെ മോശമായിട്ടാണ് അവർ കണക്കാക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് അവർ ഇതൊക്കെ പ്രകൃതിയുടെ വികൃതികളുടെ ലിസ്റ്റിൽ പെടുത്തി സായുജ്യമടയാറാണ് പതിവ്. നമ്മുടെ വാർത്താമാധ്യമങ്ങൾ പോലും അങ്ങനെയാണല്ലോ റിപ്പോർട്ട് ചെയ്യാറുള്ളത്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.